പാഷാണം വർക്കിക്ക് സമാനമായിട്ടുള്ള സ്വഭാവമുള്ളവരെ പരാജയപ്പെടുത്തിയാണ് മണലൂരിൽ പ്രൊഫസർ സി രവീന്ദ്രനാഥ് വിജയിച്ചതെന്ന് സിപിഐഎം ജില്ലാ സെക്രട്ടറി കെ.വി. അബ്ദുൽ ഖാദർ. മണലൂർ മണ്ഡലത്തിൽ വോട്ടർമാരോട് നന്ദി പറയുന്നതിനായി നിയുക്ത എംഎൽഎയുടെ പര്യടനം നടക്കുന്നതിനിടയ്ക്ക് അവിചാരിതമായി എത്തിയതായിരുന്നു സിപിഐഎം ജില്ലാ സെക്രട്ടറി. ചാവക്കാട്ടേക്കുള്ള യാത്രാമധ്യേയാണ് കണ്ടാണിശ്ശേരി സെന്ററിൽ പ്രൊഫസർ സി രവീന്ദ്രനാഥന് സ്വീകരണം നൽകുന്നത് കണ്ട് അബ്ദുൽ ഖാദർ വാഹനത്തിൽ നിന്നിറങ്ങി ആൾക്കൂട്ടത്തിനിടയിലേക്ക് വന്നത്. സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി.വി. ഹരിദാസൻ, ജില്ലാ കമ്മിറ്റി അംഗം ഉഷ പ്രഭുകുമാർ, മണലൂർ ഏരിയ സെക്രട്ടറി പി.എ. രമേശൻ എന്നിവർ ജില്ലാ സെക്രട്ടറിയെ ഹസ്തദാനം നൽകി സ്വീകരിച്ചു. മാഷുടെ നന്ദി പ്രകടനത്തിന് ശേഷം അബ്ദുൽ ഖാദർ സ്വീകരണത്തിലെത്തിയവരെ അഭിസംബോധന ചെയ്തു. അതിശക്തമായ മത്സരത്തിലാണ് രവീന്ദ്രൻ മാഷ് വിജയത്തിലേക്ക് നടന്നു കയറിയത്. പണമൊഴുക്കിക്കൊണ്ടാണ് എതിരാളികൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. നാടകകലാകാരനായ കാലടി ഗോപിയുടെ പ്രസിദ്ധ കഥാപാത്രമായ പാഷാണം വർക്കിയെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലായിരുന്നു എതിർ സ്ഥാനാർത്ഥിയുടെ വോട്ടുപിടുത്തം. വോട്ടർമാരുടെ മതം നോക്കി അതിനനുസരിച്ചായിരുന്നു എതിരാളിയുടെ വോട്ടുപിടുത്തം. എന്നാൽ പണക്കൊഴുപ്പിനെയും പ്രീണന സമീപനങ്ങളെയും പരാജയപ്പെടുത്തിയാണ് മണലൂരിൽ ഇടതുമുന്നണി വിജയം നേടിയത്. ജയിച്ച് മന്ത്രിയാകുമെന്ന ഉറപ്പിൽ ക്യാമ്പ് ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. എന്നാൽ ജനങ്ങൾ അവസരവാദ നിലപാടുകളെ തിരസ്കരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായതെന്നും അബ്ദുൽ ഖാദർ കൂട്ടിച്ചേർത്തു. പണം വിതറുക മാത്രമല്ല, എനിക്ക് ഓർമ്മ വരുന്നത് കാലടി ഗോപിയുടെ പ്രശസ്തമായ നാടകത്തിലെ ഒരു കഥാപാത്രമുണ്ട്. ആ കഥാപാത്രത്തിന്റെ പേര് പറഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങൾക്കറിയാം. പാഷാണം വർക്കി എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. ആ നാടകത്തിന്റെ തൊഴിൽ എന്ന് പറയുന്നത് യാചനയാണ്. അപ്പൊ പുള്ളി ബിസിനസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഓരോ മതത്തിൽപ്പെട്ട ആളുകളുടെ വീട്ടിൽ ചെന്നാലും ഇപ്പോൾ ഹിന്ദു വിഭാഗത്തിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ പുള്ളി സുബ്രഹ്മണ്യ സ്വാമിയുടെ ചിത്രം, ക്രിസ്ത്യൻ വീടുകളിൽ ചെല്ലുമ്പോൾ നേരെ അത് തിരിച്ചിടും. അപ്പുറത്ത് പുണ്യാളന്റെ ചിത്രമാണ്. ഏതാണ്ട് അതേ രൂപത്തിലുള്ള ഒരാളായിരുന്നു ഒരു സ്ഥാനാർത്ഥികൾക്ക് മുന്നിൽ എന്ന കാര്യം കൂടി നമ്മുടെ മനസ്സിലുണ്ടാകണം. പ്രൊഫസർ സി രവീന്ദ്രനാഥിനെ അഭിനന്ദനം അറിയിച്ച് ഹസ്തദാനം നൽകിയ ശേഷം അബ്ദുൽ ഖാദർ മടങ്ങിയതോടെ നിയുക്ത എംഎൽഎ അടുത്ത സ്വീകരണ കേന്ദ്രത്തിലേക്ക് തിരിച്ചു.